വാപ്പമാരും കരുതി വെച്ച സമ്പത്തിൻ്റെ 80% കൊടുത്താണ് ഓരോ പെങ്കൊച്ചിനെയും കല്യാണം കഴിച്ചു വിടുന്നത്. ആ കല്യാണം കഴിച്ചു വിട്ടതിന് ശേഷം എന്ത് സംഭവിക്കും എന്നുള്ള ആകുലതയാണ് ആ വാപ്പയുടെ ആ കരച്ചിൽ. അപ്പോൾ ഓരോ ഇതുപോലെ വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാരും മനസ്സിലാക്കുക, അതുപോലെ ആ പയ്യന്മാരുടെ ഉമ്മമാരും വീട്ടിലിരിക്കുന്ന വാപ്പമാരും നാത്തൂന്മാരും മനസ്സിലാക്കുക. ഇതുപോലെ ഓരോ ഉപ്പമാരുടെ കഷ്ടപ്പാടാണ് നിങ്ങളുടെ വീട്ടിൽ അണിഞ്ഞൊരുങ്ങി വന്ന് കയറുന്ന ഓരോ പെമ്മക്കളും. ഓരോ കാറും എന്താണ് 10-25-50 പവനും സ്ത്രീധനവും ഓരോ വീടും ഒക്കെ വാങ്ങി നിങ്ങൾ ആ വീട്ടിലോട്ട് കയറ്റിക്കൊണ്ട് വരുന്നത് ഒരു വീട്ടുജോലിക്കാരിയല്ല, ഒരു വാപ്പയുടെ ഒരായുസിൻ്റെ മുക്കാലും സമ്പാദിച്ച സമ്പാദ്യമാണ് നിങ്ങൾ കൊണ്ട് കയറുന്നത്. പോരാഞ്ഞിട്ട് അതെടുത്തിട്ടായിരിക്കും ഇനി ആ പയ്യൻ ഒരു ബിസിനസ്സിലോ അല്ലെങ്കിൽ അവൻ ഗൾഫിലോ അല്ലെങ്കിൽ അവൻ്റെ ലൈഫിൻ്റെ അടുത്ത ടേണിംഗ് പോയിന്റോ ചെയ്യാൻ പോകുന്നത്. പല വീടുകളിലും കണ്ടിട്ടുണ്ട്, അവൻ മഹർ കൊടുക്കുന്നത് പോലും ആ സ്ത്രീധനത്തിൻ്റെ ഒരു പങ്ക് വാങ്ങിച്ചിട്ടായിരിക്കും. എനിക്കതറിയാം, പല ജില്ലകളിലും അങ്ങനെ ഉള്ളവർ പോലും ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ പലയിടത്തും അത് ഒഴിവായി തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ അത് ഞാൻ സന്തോഷത്തോടെ ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ എന്നാലും ഒരു നിമിഷം ഒന്ന് ഓർക്കുക, ഇതുപോലെ ഓരോ ഉപ്പമാരുടെയും കരച്ചിലുകളാണ് നിങ്ങൾ ഓരോ പെമ്മക്കളെയും കൊണ്ട് കയറുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാനുള്ളതല്ല, അല്ലാതെ അവൾ ഒരു വീട്ടിൽ കഴിക്കാതെ കിടന്നിടത്തുനിന്ന് കൊണ്ടുവന്ന ഒരു പെണ്ണിനെ അല്ല നിങ്ങളിട്ട് പോറ്റുന്നത്. മനസ്സിലായില്ലേ? അവളുടെ ഒരായുസ് ജീവിക്കാനുള്ളത് നിങ്ങൾക്ക് തൂക്കി തരികയാണ്. അവളുടെ ശരീരത്തിലും അവളുടെ സമ്പാദ്യവും ഒരു കാറുമായിട്ടൊക്കെ നിങ്ങൾക്കങ്ങ് തരികയാണ്. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെച്ച് നോക്കാനാണ്, നന്നായിട്ട് ആ കൊച്ചിനെ പരിഗണിക്കുക. അല്ലാതെ ഒരു വീട്ടുജോലിക്കാരിയെ അല്ല നിങ്ങൾ കെട്ടിക്കൊണ്ട് വന്നതെന്ന് ഓർമ്മിക്കുക. അതുപോലെ കെട്ടുന്ന ആ പെണ്ണിന് കൈപിടിച്ച് തരുന്ന പെണ്ണിൻ്റെ വാപ്പ ആ മരുമകനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് തരുന്നത്. അതുകൊണ്ട് വേറൊരാൾക്ക് കൊട്ടാൻ കൊടുക്കാതിരിക്കാൻ ധൈര്യമുള്ളവന്മാർ മാത്രം കല്യാണം കഴിക്കുക. ഓക്കെ.